നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഇപ്പോഴോ പഴയ പെണ്ണില്ലേ ദയ, അവളെ ഓർത്ത് സെന്റി ആവുന്നുള്ളതാ ഒരാശ്വാസം. അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ആണുങ്ങളുടെ മനസ്സാ എപ്പ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ചായ. അതുകൊണ്ട് അവന്റെ മേലെ എപ്പോഴും ഒരു കണ്ണു വേണം. ദയയുടെ കാര്യം ഭാഗ്യത്തിന് നമ്മളൊക്കെ വിചാരിച്ചതുപോലെ തന്നെ അവസാനിച്ചു. അതുപോലെ ഒരു പുതിയ പെണ്ണ് ഇനി കടന്നു വന്നുകൂടാ. അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അത് ശ്രദ്ധിക്കാം. പിന്നെ എത്ര തന്നെ വളയമില്ലാതെ ചാടുന്നവനാണെങ്കിലും ശ്രീകലാമ്മയുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യില്ല. കാര്യങ്ങൾ അവരോട് പറയുമ്പോഴെങ്കിലും നമ്മൾ അറിയും. അറിയണം. അറിയുന്നത് എന്നെ അറിയിക്കുകയും വേണം. അല്ല, ഈ പറഞ്ഞത് സന്ദീപിന്റെ കാര്യം. അപ്പൊ നിന്റെ കാര്യോ? നീ ഇങ്ങനെ ഇനിയുള്ള കാലവും ഒറ്റാന്തടിയായി നിൽക്കാൻ തന്നെയാണോ തീരുമാനം? അതൊക്കെ അച്ഛൻ പറഞ്ഞു പറഞ്ഞ് തളർന്ന കാര്യ. മല്ലികാന്റിയായിട്ട് ഇനി അതെടുത്തിടണ്ട. ഒരു കാര്യം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളത്, എന്നെ ഇട്ടെറിഞ്ഞിട്ട് പോയവര് വഴിയെല്ലാം മറന്ന് കറങ്ങിത്തിരിഞ്ഞ് തിരികെ വരട്ടെ. അന്ന് ആലോചിക്കാം എനിക്ക് കല്യാണം വേണോ വേണ്ടയോന്ന്. എന്തും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും ബുദ്ധിയും ഒക്കെ നിനക്കുണ്ട്. നീ തീരുമാനിച്ചാ മതി. ഞങ്ങൾ ആരും അതിലിടപെടില്ല. ദാഹിക്കുന്നുണ്ടോ? അമ്മേ ദേവി, എന്തൊരാശ്വാസം! അമൃത് കിട്ടിയതുപോലെ. അതിന് അമ്മ അമൃത് കുടിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷേ ഇത് കുടിച്ചപ്പോ അമൃത് കുടിച്ച പോലെ എന്റെ ജീവൻ നേരെ വീണു. മരിക്കാൻ പോകുന്ന ജീവനെ മരിക്കാതെ നിർത്തുന്നതാണല്ലോ അമൃത്. അമ്മ ഒറ്റയ്ക്കാണോ? കൂടെ ആരുമില്ലേ? ഇല്ല, ഒറ്റയ്ക്കാ. കൂടെ വന്നവരൊക്കെ പോയി. പിന്നെ 4-5 ദിവസം ഭജന ഇരിക്കണമെന്നാ എന്റെ ആഗ്രഹം. അത് നല്ലതാ. ദേവിയുടെ സന്നിധിയിൽ കഴിയുന്നത് തന്നെ ഉണർവുണ്ടാക്കും. പോണേന് മുമ്പ് ഒരു 3 ചുറ്റെങ്കിലും അടിപ്രദക്ഷിണം വയ്ക്കണമെന്നുണ്ട്. പഴയൊരു വഴിപാടാ, പക്ഷേ കഴിയൂന്ന് തോന്നില്ല. അതെന്താ കഴിയാത്തത്? കഴിയണമല്ലോ. കഴിയും. ഇല്ല മോളെ, നേരെ നടക്കുമ്പോ തന്നെ ചിലപ്പോ മറിഞ്ഞു വീഴാൻ പോവുക. അടിപ്രദക്ഷിണമെന്ന് പറയുമ്പോ അത് കുറച്ചുകൂടെ പ്രയാസമാ. അങ്ങനൊന്നും ഇല്ലമ്മേ, അതൊക്കെ ചെയ്യാൻ കഴിയും. അറിഞ്ഞൂടാ, ദേവി ഒരു കൈ തന്നാ ചിലപ്പോ അത് സാധിച്ചേക്കും. ഭക്തജനങ്ങൾക്ക് കൈത്താങ്ങല്ലേ ദേവി. ദേവി കൈതരും. അതിരിക്കട്ടെ, ഈ അടിപ്രദക്ഷിണം നേർന്നത് എന്ത് കാര്യത്തിനായിരുന്നു? ഓ, അതോ, അത് കൊറേ മുമ്പാ. മോളുടെ കുട്ടിക്കാ. പെൺകുട്ടിയാ. ആ കുട്ടിക്ക് കാലില് തോട വന്നു. അന്ന് നേർന്ന വഴിപാടാ. ഇതുവരെ ആ വഴിപാട് നടത്താനായിട്ടില്ല. ഇപ്പോ വല്ല വിധേനയും നടയില് വന്ന് പെട്ടപ്പോ കാല് നേരെ നിൽക്കുന്നുമില്ല. അമ്മേ ദേവി, എല്ലാം അവിടത്തെ പരീക്ഷണം. അല്ല മോളെ, വഴിപാടൊക്കെ നടത്താതിരുന്ന ദേവി പൊറുക്കുമായിരിക്കുമല്ലേ?
നേർച്ചകളും കാഴ്ചകളും ഒന്നും ദേവിയുടെ കൃപയ്ക്ക് ആധാരമേ അല്ല. ഒരു വഴിപാടും ഇല്ലാതെ, ഒരു കാഴ്ചദ്രവ്യവും ഇല്ലാതെ ദേവിയുടെ പ്രീതി നേടാൻ സാധിക്കും.